നമസ്കാരം. വിമൻ ടോക്ക് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരൻസും വർക്കിംഗ് ആകുമ്പോൾ അത് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നതും അതിനെ നമ്മൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സോ എല്ലാ പേരൻസും പൊതുവെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജോലി ചെയ്യുന്നത്, ഈ കഷ്ടപ്പെടുന്നതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ചിലർ പറയും അവരിപ്പോൾ അത് മനസ്സിലാക്കുന്നില്ല, പക്ഷേ അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ചെയ്തതെല്ലാം ഞാൻ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ ഫാമിലിക്ക് ഒരു ലക്ഷറി ലൈഫ് കൊടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് വേറെ കുറച്ച് വിഭാഗം. ഇങ്ങനെ പേരൻസിൻ്റേതായിട്ടുള്ള ഒരുപാട് ന്യായങ്ങളുണ്ട് രണ്ടുപേരും വർക്കിംഗ് ആകുന്നതിൻ്റെ. അത് അവർ വർക്കിംഗ് ആകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കുട്ടികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഉള്ളത് ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, മാം ഞങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും എൻ്റെ പേരൻസിന് ഒന്നെങ്കിൽ അവരൊരു ലാപ്ടോപ്പിന് മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ അവർ ടാബിൻ്റെ മുമ്പിലായിരിക്കും, ഇതൊന്നും അല്ലെങ്കിൽ അവർ ഫോണിലായിരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് സംസാരിക്കാൻ പോകുമ്പം ഇതാണ് അവരെപ്പോഴും എന്നോടത്ത് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ വീഡിയോസിൽ ഒരിക്കൽ പറഞ്ഞതുപോലെ, നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പം അവരോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കണം എന്നുള്ളത് ഇത് മിക്ക ഇപ്പോൾ ഉള്ള പേരൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡ്രോബാക്കായിട്ട് വേണമെങ്കിൽ പറയാം. അവരത് ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് ജോലിയാണ് പ്രധാനം. അവർക്ക് ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പേരൻസിനെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ജോലി എന്നുള്ള പ്രഷർ അതുപോലെയാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കുട്ടികളെ നമ്മളൊന്ന് ഫോക്കസ് കുറച്ച് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര, കാരണം കുട്ടികൾ ശരിക്കും അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുള്ളത്, ഒരുപാട് ക്ലാസ്സസിൽ പോയി സംസാരിച്ചപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പേരൻസ് എല്ലാ സാധനങ്ങളും എനിക്ക് മേടിച്ചു തരും. ഇത് ഞാനൊരു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പേരൻസ് എല്ലാം എനിക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരും. എനിക്ക് ചോദിക്കുന്നതിന് മുമ്പാണ് എനിക്ക് സാധനങ്ങൾ കൈ കിട്ടുന്നത്. പക്ഷെ അവരുടെ ടൈമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും വേണ്ട, എന്നെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം കളിക്കുക, എന്നോടൊന്ന് സംസാരിക്കുക, എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാനായിട്ടൊന്ന് ശ്രമിച്ചുകൂടെ എന്നുള്ളത് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നറിയാതായിപ്പോയി കുട്ടിയോട്. കാരണം ശരിക്കും നമ്മൾ ആസ് പേരൻറ്റ്, ഞാൻ ആസ് എ പേരൻറ്റ് ഞാൻ തന്നെ അത് ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാൻ എൻ്റെ കുട്ടിയോട് ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിപ്പോയി. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ രണ്ട് പേരൻസും വർക്കിംഗ് ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ടൈം അത് വളരെ കുറവാണ് ഈ രണ്ട് പേരൻസ് വർക്കിംഗ് ചെയ്യുമ്പം കൂടുതലും സംഭവിക്കുന്നത്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രയോറിറ്റീസ് മാറ്റി വയ്ക്കുക. എല്ലാത്തിലും ഇത് തന്നെ പറയാനുള്ളൂ. നമ്മുടെ പ്രയോറിറ്റീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. അവരോട് കുറച്ച് എത്ര ടൈം സ്പെൻഡ് ചെയ്യുകയാണ്, അപ്പോൾ അവരോട് കളിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ നമ്മുടെ ഫോണും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം അവരോട് ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കുക. കുട്ടികൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല, കാരണം അവർക്കും അറിയാം അവരുടെ പേരൻസ്, കാരണം അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം എൻ്റെ പേരൻസ് ബിസിയാണ്, അവർ നല്ല ബിസിയാണ്, അവർ ശരിക്കും സ്ട്രെസ്ഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലാകും. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുപോലെയുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ അവരുടെ സ്കൂൾ വർക്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ബിസി ആണെങ്കിലും അവരുടെ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്രോജക്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തുണ്ടെന്ന് അവർക്കൊരു തോന്നൽ വരും. സോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഓക്കെ എൻ്റെ പേരൻസ് ബിസിയാണ്, അതുകൊണ്ടാണ്, പക്ഷേ അവരെൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അവരതിനെ ശരിക്കും ചെറിഷ് ചെയ്യും ആ ടൈം. അതുകൊണ്ട് നിങ്ങൾ ആ ടൈം അവർക്ക് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം സ്റ്റഡീസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻസ് സ്കൂൾ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ കുട്ടികളോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാത്ത പേരൻസ് കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് ലോ ആയിരിക്കും, അവർക്ക് ആങ്സൈറ്റി ഉണ്ടായിരിക്കും, അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, അവർ സ്വന്തമായിട്ട് അവരെ തന്നെ അറിയില്ല.
അവർക്ക് അവരുടേതായിട്ടുള്ള സെൽഫ് ഇമേജ് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകുന്നു. അവർക്ക് ഇതിനൊന്നും ഉത്തരങ്ങൾ കിട്ടാത്തത് കൊണ്ട്, അവർക്ക് ആരോടും ചോദിക്കാൻ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടും ഉള്ളതാണ് അവർ ഈ സ്റ്റഡീസ് പറയുന്നത് പറഞ്ഞാൽ അവരുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യും. സോ ആസ് പേരൻസ് നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും അതിനെ അവരെ സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക. സോ ഈ 2 പേരൻസും വർക്കിംഗ്, ഞാൻ പറഞ്ഞ പോലെ ലോ ക്വാളിറ്റി ടൈം വളരെ ലോ ആകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിംഗിൾ പാരൻറ്റിങ്ങിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ ടോപ്പിക്സിനെ പോലെ സിംഗിൾ പാരൻറ്റിങ്ങിൽ കുട്ടികൾക്കുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ, അതായത് ലോ അക്കാഡമിക് പെർഫോമൻസ്, പിന്നെ അവരുടേതായിട്ടുള്ള ഓരോ ഡൗട്ട്സ്, അവരുടെ സെൽഫായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം കുട്ടികൾക്കുണ്ടാകും. കാരണം ഇത് ഈക്വൽ ടു നെഗ്ലക്റ്റിക് പാരൻറ്റിംഗ് എന്നാണ്. നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ തന്നെയുണ്ട്, പാരൻറ്റിങ് സ്റ്റൈൽസിൽ ഒരെണ്ണമാണത്. സോ അതിനകത്തെന്ന് പറയുമ്പോൾ പേരൻസ് കുട്ടികളെ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്ത് അവർക്ക് അവരുടെ ഓൺ സെൽഫ്, അവരുടെ വർക്ക്, കുട്ടികളുടെ വഴിക്ക്, അങ്ങനെയുള്ളൊരിത്. അപ്പോൾ അതേ ഒരു ഇമ്പാക്റ്റാണ് ഈ 2 പേരൻസ് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, 2 പേരൻസ് വർക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്കതിൽ കുറ്റം പറയാനും ഞാൻ ആരുമല്ല ഞാൻ അതിനെ കുറ്റം പറയാനായിട്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത്, ഈ കുട്ടികൾ അതിനകത്ത് വളർന്നു വരുന്നു. കാരണം അവർക്കൊരു ലൈഫേ ഉള്ളൂ. അത് നമുക്ക് ആസ് പേരൻസ്, അല്ലെങ്കിൽ നമ്മൾ വലുതായിട്ട് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അന്ന് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇതുതന്നെയാണ് പേരൻസ് വാദിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഞാനിതെല്ലാം ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ നിങ്ങൾ ഈ ഇത്രയും അധ്വാനിച്ച് എല്ലാം ചെയ്ത് അവരുടെ നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ക്വാളിറ്റി ടൈം ഇല്ല, അവർക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് അവരെ അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ നിങ്ങളിൽ നിന്ന് പതുക്കെ ഡിറ്റാച്ച്ഡായി പോകാൻ ചാൻസ് കൂടുതലാണ്. സോ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെന്തായാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർ പോകും, അവരവരുടെ ലൈഫ് നോക്കി പോകും. അത് നമ്മളതിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ എന്നാൽ അവർ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഒരു അവസരം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത്, അവർ ഈ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളോടൊന്നും അല്ലായിരിക്കും അവർക്ക് സ്നേഹം. അവർ കൊടുക്കുന്ന സാധനം കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്കൊരു ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറേ നേരം കളിച്ചിട്ട് അതെടുത്ത് കളഞ്ഞിട്ട് അടുത്തതിന് പോകും. അതുപോലെയുള്ളൂ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോഴത്തേക്ക്. അത് കാണും, അന്നേരം ഓക്കെ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ പേരൻസ് മേടിച്ച് തന്നു, അത് കഴിഞ്ഞു. ആ സാധനത്തിനോടായിരിക്കും സ്നേഹം, നിങ്ങളോടല്ല സ്നേഹം. നിങ്ങൾ വിചാരിക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുന്നു. പക്ഷേ അവർക്ക് കിട്ടുന്ന ക്വാളിറ്റി ടൈമും ഈ ഗിഫ്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വെർബലി അപ്രിഷ്യേറ്റ് ചെയ്യുക, അതവർ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി എനിക്ക് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അത് ചെയ്യണം. വെർബലി കുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അവരോട് ഇഷ്ടമാണെന്ന് പറയുക. ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ഫോർഹെഡിലൊരു ഉമ്മ കൊടുത്തിട്ട് ഐ ലവ് യു സോ മച്ച്, നീയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്കതൊക്കെ അത്രയും മതി. കുട്ടികൾ അത്രയും ആഗ്രഹിക്കുന്നുള്ളൂ. സോ അത് നിങ്ങൾ ആസ് പേരൻസ് നിങ്ങൾ അത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് തെറ്റുകൾ പറ്റി, ഇനിയും അത് കുട്ടികളത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ മീറ്റ് ചെയ്യുക. കുട്ടികളെ അതിനായിട്ട് അവരെ എത്രയും പെട്ടെന്ന് അങ്ങനെ എത്തിച്ച് കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, അവർക്ക് അവരെ തന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടും അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചിലർക്കെങ്കിലും ഇത് കേട്ടപ്പോൾ ചിലപ്പോൾ ദേഷ്യം, ചിലർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും, ഒക്കെ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് മിക്സ്ഡ് ഇമോഷൻസ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് വരാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളാണ് നമുക്കെല്ലാം എന്ന് നമ്മളെപ്പോഴും പറയും. അപ്പോൾ അവരുടെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വിഷയമായിട്ട് കാണുന്നത് വരേക്ക് നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.